ലഹരിക്കെതിരെ ചാണ്ടി ഉമ്മൻ MLA ഒരു മാരത്തോൺ ഓട്ടം കോട്ടയം മണർകാട് കവലയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്കാണ് ഇനി അദ്ദേഹം ഓടാൻ പോകുന്നത്. ടോബി ജോൺസൺ ഈ ഓട്ടത്തിൻ്റെ കഥയുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ചാണ്ടി ഉമ്മൻ എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ? പ്രവചനാതീതമായ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ്. എനിക്ക് ആ മനുഷ്യനെ അതുകൊണ്ട് തന്നെ ഇഷ്ടവുമാണ്. പറയും. അതായിരിക്കട്ടെ നമ്മുടെ മോട്ടോ. തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തായാലും ചാണ്ടി വ്യത്യസ്തനായിരിക്കുന്നു. എന്തായാലും പല പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കാലമാണ്, ആൾക്കാരൊക്കെ സജീവമാണ്. എന്നിരുന്നാൽ പോലും ചാണ്ടി ഇപ്പോഴും ചാണ്ടിയുടെ ഓട്ടത്തിലും നടത്തത്തിലും ഒക്കെ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ പുതുപ്പള്ളി ഫെസ്റ്റ് ഇന്നു മുതൽ 3 ദിവസം 4-ാം തീയതി വരെ നടക്കുന്നുണ്ട്. 4 ദിവസം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മാരത്തൺ, ഒരു കൂട്ടയോട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. ആ കൂട്ടയോട്ടത്തിന്റെ തുടക്കമാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു ലക്ഷ്യം അതാണ്. ലഹരിക്കെതിരെയാണ് ഈ കൂട്ടയോട്ടം നടത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ചില പ്രമുഖർ കൂടി വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമുക്കറിയാവുന്ന പോലെ ലഹരി ബോധവൽക്കരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ പറയുന്ന ഋഷിരാജ് സിംഗ് IPS എത്തിയിട്ടുണ്ട്. അതുപോലെ അലൻസിയർ, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളും മറ്റ് സഭാ മേലധ്യക്ഷന്മാരും എല്ലാം ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മണർകാട് മുതൽ പുതുപ്പള്ളി വരെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ചിത്രരചന അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. SKN പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ SKN40യുടെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിലേക്ക് SKN വന്നപ്പോൾ അന്ന് പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിച്ചത് ചാണ്ടിയുമ്മനൊപ്പമായിരുന്നു. അന്ന് ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിന്റെ നിലപാട്, ഈ ലഹരിക്കെതിരെയുള്ള നിലപാട് കൃത്യമായി അന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ചാണ്ടി വീണ്ടും ഒരു മാരത്തൺ കൂടി പുതുപ്പള്ളിയിൽ നടത്തുകയാണ്. അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാണ്ടിയോട് തന്നെ അല്പനേരം സംസാരിക്കാം. ഇന്ന് രാവിലെ മണർകാട് കവലയിൽ നിന്നും ആരംഭിക്കുന്ന ഈ മാരത്തൺ അത് പുതുപ്പള്ളി വരെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ MLA ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ചാണ്ടി, ഒരു മാരത്തണിലേക്ക് കടക്കുകയാണ്. അതിന്റെ ലക്ഷ്യം ലഹരിയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒരു വലിയ എന്താ പറയുക, ആപത്തായി മാറിയിരിക്കുക. അതിനെതിരെ സന്ദേശം കൊടുക്കണം എന്നുള്ളത് ഞാൻ MLA തൊട്ട് നടത്തുന്ന എഫേർട്ടാണ്. ആ എഫേർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രമുഖരും കൂടി വന്നിട്ടുണ്ട്. അഭിനന്ദ ബർണബാസ് തിരുമേനി, അതുപോലെ തന്നെ ഋഷിരാജ് സിംഗ് സാറ്, അലൻസിയർ, ദിലീഷ് പോത്തൻ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി താരങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. SKN40 ആയിട്ട് വന്നപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള മാർച്ച് നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായ വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഞാൻ MLA തൊട്ട് തുടർന്നു. SKN വന്നതിനും നന്ദി. ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അതാണ് SKN. എന്തായാലും ചാണ്ടി ഓടാൻ റെഡിയായിരിക്കുന്നു. ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള കുട്ടികൾ, അതുപോലെ തന്നെ പ്രായം ചെന്നവർ, യുവാക്കൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മാരത്തൺ ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.